ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നമ്മുടെ അനന്തപുരി തറവാട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ. അപ്പം ഫസ്റ്റ് തന്നെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ, അതായത് പറഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളെയൊക്കെ മേക്കപ്പ് ചെയ്ത് ഒരുക്കിയിട്ട് പർച്ചേസിന് അയക്കുകയാണ്. അതേപോലെ തന്നെ പുരുഷന്മാരെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഏർപ്പാടും ചെയ്തിരിക്കുകയാണ്. അതായത് അനന്തപുരിയിലെ മുത്തശ്ശനാണ് ഇങ്ങനെ ഒരു കാര്യം ഏർപ്പാടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളൊക്കെ മേക്കപ്പ് ചെയ്ത് പർച്ചേസിനും മറ്റുമൊക്കെ പുറത്തേക്ക് പോകാനുള്ള അനുവാദവും പുരുഷന്മാർക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട അനുവാദമാണ് കൊടുത്തിട്ടുള്ളത്. ആർക്കും ഒന്നും ചെയ്യാൻ അറിയില്ല, പക്ഷേ എല്ലാവരും മുത്തശ്ശൻ പറഞ്ഞതായതുകൊണ്ട് ശ്രമിക്കുകയാണ് കഴിവതും. ആദർശിൻ്റെ അച്ഛൻ പറയാണ്, നീ എന്താണ് ഒന്നും ചെയ്യാണ്ട് നിൽക്കുന്നത്? അപ്പോൾ ആദർശ്, ചെയ്യാൻ അതിൻ്റെ ചേരുവകൾ കിട്ടണ്ടേ? എവിടെ മറ്റുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല, മസാലപ്പൊടി കിട്ടിയില്ല, ഈ മസാല ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോഴാണ് അനി സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നത് മസാലപ്പൊടി. അപ്പോൾ അച്ഛൻ പറയാണ്, ഇനി പണി തുടങ്ങിക്കോ, ഇതാ മസാലപ്പൊടി കിട്ടിയല്ലോ. അപ്പോൾ ആദർശ് വീണ്ടും പറയാണ്, അപ്പോൾ പെപ്പർ പൊടി എവിടെ? പെപ്പർ പൊടി ഇല്ലാതെ ഒന്നും നടക്കില്ല. ഇതൊക്കെ കേട്ട് നിന്ന മുത്തശ്ശൻ പറയാണ്, എടാ എന്തെങ്കിലുമൊക്കെ നടക്കുമോ? ഒരു കാര്യം ചെയ്യാം, ഞാനേ ഈ പാചകത്തിനുള്ള സാധനങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കട്ടെ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്ന് നടക്കും. ആദർശ് നേരെ പോയത് മേക്കപ്പ് റൂമിലേക്കാണ്. സ്ത്രീകളൊക്കെ മേക്കപ്പ് ചെയ്ത് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഫേസും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണുള്ളത്. ഫേസിനൊക്കെ ഓരോരോ ക്രീമുകളൊക്കെ തേച്ചിട്ട് ഓരോരുത്തരെയും മാറി മാറി നോക്കിയിട്ട് ആദർശ് പറയാണ്, ഇതിലിപ്പോൾ ഞാൻ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ദേവയാനി കണ്ണിൻ്റെ മേലെ നിന്ന് കക്കിരിയൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് വെറുതെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ആദർശിനെയാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ലേടാ? നീ എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നേ? അത് അല്ല, ഇവിടെ എന്തായിന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിനക്ക് കാണാൻ വയ്യേ? മുത്തശ്ശി പറയാണ്, വെറുതെ വാചകടിച്ച് നിൽക്കാതെ പോയി അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെ സഹായിക്കും മോനെ. ദേവയാനി പറയാ, ഇവനാ മേൽനോട്ടക്കാരൻ. അപ്പോൾ ആദർശ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിലിപ്പോൾ ആരെയും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ ആദർശ് അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി കറങ്ങുകയാണ്, അതായത് നയനെ അന്വേഷിച്ചാണ് നോക്കുന്നത്. അപ്പോൾ നവ്യയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നയന കണ്ണ് പെട്ടെന്ന് തുറന്ന സമയത്ത് നയന ചിന്തിക്കുകയാണ്, അയ്യോ ഞാനാണെന്ന് കരുതി നവ്യേച്ചിയുടെ അടുത്തേക്കാണല്ലോ പോകുന്നത് എന്ന് പറഞ്ഞ് അവൾ കൈ നൊട്ടയിട്ട് വിളിക്കുകയാണ്. അവൾ പിന്നെ ഒച്ചാക്കിയ സമയത്ത് അവൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ തിരിഞ്ഞു നോക്കിയ സമയത്ത് അവൾ ചോദിക്കുകയാണ് ആക്ഷനായിട്ട്, എന്താ പ്രശ്നമോ? അത് പിന്നെ ഈ പാചകത്തിന് ഉള്ള സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. അവൾ പറയാണ്, മൊബൈലിങ്ങത്താ. അവൻ അവളുടെ കസേരക്കടുത്ത് പോയി മുട്ടുകുത്തി നിന്നിട്ട് പറയാണ്, അതേ എന്നെ ഒന്ന് സഹായിക്കണം. അതേ ഞാൻ ഇയർഫോൺ വെച്ചാണ് അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പോൾ നീ വിളിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. നീ എനിക്ക് പാചകത്തിൻ്റെ കമൻഡർ തന്നാൽ മതി, ഞാൻ അതനുസരിച്ച് ചെയ്തോളാം. ആഹാ കൊള്ളാലോ, എല്ലാം അറിയാമെന്ന് പറഞ്ഞത് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലേ? ആദർശം ഒന്ന് പരിങ്ങി എന്നിട്ട് പറയണം, അതേ മെല്ലെ പറ, ഒന്ന് പതുക്കെ പറ, ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നോക്കട്ടെ. ഫോൺ കൊടുത്തു തിരിച്ചിട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ അവളോട് പറയാണ്, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ദേവയാനി ചോദിക്കുകയാണ്, എന്താ അവൻ ചോദിക്കുന്നേ? അല്ല, അത് പാചകത്തിനുള്ള ഓരോരോ സാധനങ്ങളും ഞാനാണല്ലോ അമ്മ വെച്ചിരിക്കുന്നത്, അത് ചോദിച്ചതാ. പിന്നെ ദേവയാനി ശൗര്യത്തോടെ പറയാണ്, അത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, വേറെ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അപ്പോൾ നേന പറയാ, കേട്ടല്ലോ പറഞ്ഞത്. അപ്പോൾ ആദർശ്, പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ ഇന്നെല്ലാവരും വാഷ്റൂമിൽ കിടക്കും. അത് കേട്ട നയനയോട് ചിരിച്ചുപോയി. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എന്തിനാ നീ ഇങ്ങനെ ചിരിക്കുന്നേ? അപ്പം മുത്തശ്ശി പറയാണ്, എടാ ആദർശേ, ഒന്നാമത് ഇവിടെ മുഖം നീറി നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് നീ വന്ന് വഴക്കുണ്ടാക്കല്ലേ. പാചകം അറിയില്ലെങ്കിൽ അത് സമ്മതിച്ച് തല താഴ്ത്തി പോകാൻ നോക്ക്. അപ്പോൾ ആദർശ് പറയുക, ആർക്കാ പാചകം ഉണ്ടാക്കാൻ അറിയാത്തത്? ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത് 5 സ്റ്റാർ ഫുഡായിരിക്കും. മുത്തശ്ശി അപ്പോൾ ദേവയാനി, ആദ്യം ഉണ്ടാക്കി കാണിക്കേ, എന്നിട്ട് നീ പറ. ആദർശ് പറയാ, എന്തായാലും ഞങ്ങളിപ്പോൾ തന്നെ പാചകത്തിന് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ദേവയാനി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ചൂടുള്ള ഭക്ഷണം റെഡി ആയിരിക്കണം. ഏറ്റു. എന്നിട്ട് നയനയുടെ അടുത്ത് കുനിഞ്ഞുകൊണ്ട് പറയാണ്, മോളെ നയനെ ചതിക്കല്ലേ. എന്താ ഇപ്പോൾ വിളിച്ചേ? ഒന്നുകൂടെ വിളിച്ചേ? എന്ത് ഇപ്പം പറഞ്ഞത്? ചതിക്കല്ലേന്ന്? അതല്ല, അതിന് മുമ്പേ എന്നെ ഒന്ന് വിളിച്ചായിരുന്നല്ലോ, ഈ മോളെ നയനയെന്ന്. അതിന്ന് ആ നയന മാറ്റിയിട്ടൊന്ന് വിളിച്ചേ. വയ്യെങ്കിൽ എയർപോർട്ടിലേക്കൊന്നും ഞാൻ വരില്ല. എന്നിട്ട് അവൻ വിളിക്കുകയാണ്, മോളെ. അപ്പോൾ അവൾ, കൊള്ളാം, ഒരു 4-5 തവണ ഇതെന്നെ വിളിക്ക്. ഹുഷ്, മോളെ 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 പ്ലീസ്. ഞാൻ വീണ്ടും ചിരിക്കുകയാണ്. അപ്പോൾ ദേവാനി, എടാ ആദർശേ നീ പോ. പോവാ.
ശരിയെന്നാ എന്ന് പറഞ്ഞ് മെല്ലെ എണീറ്റ് പോയി. മുത്തശ്ശൻ നല്ല എക്സ്പീരിയൻസോടുകൂടി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, ആദർശിൻ്റെ അച്ഛൻ പറയാണ്, അച്ഛാ അത് കരിയുന്നു, സവാള നന്നായിട്ട് വാടണം മോനെ. അപ്പോൾ അബിയും പറയാണ്, അതിൻ്റെ കരിഞ്ഞ മണം അടിക്കുന്നത് മുത്തശ്ശ. അച്ഛാ അത് തീ കൂടുതലാ, തീ കുറക്ക്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ ആദർശിനോട് ചോദിക്കുകയാണ്, എന്താ ഏടാ കാര്യങ്ങളൊക്കെ? പാചകത്തിൻ്റെ സാധനങ്ങളൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആദർശ് വിളിക്കുകയാണ്, ഈശ്വര അവളെ സഹായിക്കണേ എന്നും മനസ്സിൽ വിചാരിച്ച് ഓരോരോ ബോട്ടിൽസിലൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് പറയാ, എല്ലാ ടിന്നിൻ്റെ പുറത്തും അതിൻ്റെ അകത്തുള്ള സാധനം എന്താണെന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിൽ കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യുമെന്നാണല്ലോ ഇവ പറയുന്നത്, ആദർശിൻ്റെ അച്ഛൻ പറയാണ്. അപ്പോൾ ഇളയച്ചൻ അതും പറയാണ്, എല്ലാം ഈസിയായിട്ട് ചെയ്യുമെന്നാണല്ലോ ഇവൻ പറയുന്നത്. ആദർശ് പറയാ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, മുത്തശ്ശനാ പറഞ്ഞത് പാചകം നമ്മൾ ചെയ്യണമെന്ന്. അതിന്ന് നമ്മൾ ചെയ്തേ പറ്റൂ. കാര്യം ഇന്നത്തെ പെണ്ണുങ്ങൾക്കുള്ള ഭക്ഷണം നമ്മളിവിടെ തന്നെ വെച്ച് വിളമ്പണം. നമ്മൾ വ്രതം നോക്കാറുണ്ടല്ലോ, ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഇതും ഒരു ശീലമാക്കണം. മാസത്തിൽ 1-2 തവണ സ്ത്രീകൾക്ക് നമ്മൾ വെച്ച് വിളമ്പണം. അത് സൺഡേയിലായാൽ നല്ലത്. അന്നാർക്കും ഓഫീസിലൊന്നും പോകേണ്ടതില്ലല്ലോ. അപ്പോൾ ആദർശ് വന്നിട്ട് പറയാണ്, അയ്യോ മുത്തശ്ശൻ ഇങ്ങനെ നടക്കാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ഇന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ ഇതൊരു ശീലമാക്കണം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നീ കരുതിയോ ഓഫീസിലെ AC മുറിയിലിരിക്കുന്നത് പോലെ ഇതൊരു നിസ്സാരാണെന്ന്? വീട്ടിലെ സ്ത്രീകൾ അടുക്കളപ്പണി ചെയ്യുന്നതും പോരാ, ആണുങ്ങൾ പിന്നെ അവരെ അടിമയായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പേരിൽ പെണ്ണുങ്ങൾ ഇതുവരെ യുദ്ധം തുടങ്ങിയിട്ടില്ല. അതും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവും. അപ്പോൾ ആദർശ് പറയാണ്, മുത്തശ്ശനായിട്ട് അത് തുടങ്ങി വെക്കല്ലേ. അബി പറയാ, അത് ശരിയാ, എനിക്ക് ഈ പാചകം ചെയ്യുന്നതേ ഇഷ്ടമല്ല. അത് കേട്ട മുത്തശ്ശൻ പറയാണ്, നിനക്കത് കഴിക്കുന്നതിനൊട്ടും ഇഷ്ടക്കേടില്ലല്ലോ. നിന്നെപ്പോലെ ഒരുത്തനെ നമ്മുടെ കമ്പനിയിൽ തൊഴിലാളി പോലും ആക്കാൻ പാടില്ല. നീയാ ശരിക്കും ഇവിടുത്തെ അടുക്കളക്കാരനാവേണ്ടത്. അച്ഛാ അത് വളരെ ശരിയാ. പിന്നെ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഒത്തുപിടിക്കാം. അടാ ആദർശേ, അരിയാനുള്ളതെല്ലാം ഞാൻ അരിഞ്ഞു തരാം. അതെ അച്ഛാ, ഈ തക്കാളി, ക്യാരറ്റ്, മറ്റുള്ള എല്ലാം കൂടി എടുത്ത് അരിഞ്ഞോ. ഇത് കഴിഞ്ഞിട്ട് വേണം ശരിക്കും എൻ്റെ കലാപരിപാടികൾ തുടങ്ങേണ്ടത്. ശരി ശരി ശരി. എന്നിട്ട് ആദർശ് ചിന്തിക്കുക, ഈശ്വര അവള് സഹായിക്കണേ. മുത്തശ്ശി പറയാ, ലിപ്സ്റ്റിക് ഒന്നും വേണ്ട ദേവയാനി. അമ്മേ ഇന്നവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതങ്ങ് അനുസരിക്കാമേ. പിന്നെ അനിയുടെ അമ്മ പറയാണ്, അതെ 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 മുത്തശ്ശി, ഈ പ്രായത്തിൽ എന്നെ നാണം കെടുത്തും. പിന്നെ നാനയുടെ അമ്മ പറയാണ്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആദർശ് മോൻ്റെ മുത്തശ്ശിക്ക് മേക്കപ്പ് ഇട്ട് ആരുടെ മുമ്പിൽ നിൽക്കാനും മടിയില്ല. മേക്കപ്പ് ഇട്ടിട്ട് മൂർത്തി സാറിൻ്റെ മുമ്പിൽ നിൽക്കാനാ നാണക്കേട്. അല്ലെങ്കിലും നമ്മൾ ഭർത്താക്കന്മാരുടെ മുമ്പിലാണ് നാണം കാണിക്കേണ്ടത്, അല്ലാതെ ലോകത്തിൻ്റെ മുന്നിലല്ല. കനക പറയാ, അത് കറക്റ്റ്. അപ്പോഴാണ് ഫോൺ ശബ്ദം കേൾക്കുന്നത്. നാനയെ വിളിക്കാണ് ആദർശ്. അതേ, ഞാൻ അപ്പുറം ശ്രദ്ധിക്കാം, ഒന്നുകൂടി നേരത്തെ വിളിച്ചതൊന്ന് വിളിച്ചേ. അപ്പോൾ ആദർശ് പറയാം, നീ അവസരം മുതലെടുക്കരുത്, എപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടില്ലല്ലോ. അപ്പോൾ ആദർശ്, മോളെ എന്നാ മോളെ നീ പറ. എന്നാ തുടങ്ങിക്കോ. അതേ, ഇടയ്ക്ക് മോളെ എന്നുള്ള വിളി വേണം, കേട്ടല്ലോ. ശ്രമിക്കാം. എന്നാൽ ഞാനും ഇത് പറയാൻ ശ്രമിക്കാം. വേണ്ട വേണ്ട വേണ്ട, വിളിച്ചോളാം. മോളെ ഒന്ന് പറഞ്ഞതാ. ആ മോളെ വിളി ആത്മാർത്ഥമായിട്ടാണോ? അതെ, 100% ആത്മാർത്ഥമായിട്ടാണ് മോളെ. ഓക്കെ, എന്നാൽ പിന്നെ ശ്രദ്ധിച്ച് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ജ്യൂസുമായിട്ട് വരണം, ഞങ്ങൾക്കൊക്കെ ജ്യൂസ് വേണം കേട്ടോ. അതെങ്ങനെ രുചികരമാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ, ഫ്രൂട്ട്സ് എടുത്ത് മിക്സിയിലിട്ടിട്ട് അടിച്ചാൽ പോരെ? ഫ്രൂട്ട്സ് മിക്സിയിലിടാതെ, അതായത് പാലൊക്കെ ഒഴിച്ച് എങ്ങനെയാണ് നല്ല ഫ്രൂട്ട്സ് ജ്യൂസ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി. അവൾ പിന്നെ സൈലൻ്റായിട്ട് എല്ലാ കാര്യം അവനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ജ്യൂസ് അടിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ശരി ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഫോൺ വെച്ചപ്പോൾ ഞാൻ ചിന്തിക്കാം, ഇനി പാവം പിടിച്ച എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. എല്ലാവരും ഓരോരോ ജോലിയും കൃത്യമായിട്ട് ചെയ്യുകയാണ്, അച്ഛനോ ഇളയച്ഛനോ മുത്തശ്ശനും ഒക്കെ. അപ്പോൾ അവിടേക്ക് ആദർശ് വന്നിട്ട് വരികയാണ്. അപ്പോൾ ആദർശിനോട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ പോയിരിക്കുകയാടാ, നീ എന്തെടുക്കുകയാണ്? ഞങ്ങളിതാ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുക. ഇനിയെല്ലാം സിമ്പിൾ പരിപാടിയല്ലേ, ഇനിയല്ലേ ശരിക്കുള്ള പാചകം തുടങ്ങാൻ പോകുന്നത്. മല്ലിപ്പൊടി ഇവിടെ, മല്ലിപ്പൊടി, മുളക് പൊടി. ഓക്കെ. അപ്പോൾ അനി ചോദിക്കുകയാണ്,
ഏണ്ടാ നിന്നോടല്ലടാ, ഇതെല്ലാം ഞാൻ ഇതിനോട് പറയാ. അവൻ്റെ സംസാരം കേട്ട് നയന ചിരിക്കുക. പിന്നെ അനിയുടെ അടുത്ത് പറയാണ്, എടാ ഇങ്ങനെയാണോ ചതയ്ക്കുന്നത്, കുറച്ചുകൂടെ നന്നായിട്ട് ചതച്ചെടുക്ക്. എടാ അബി, നീ ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പാലിങ്ങെടുത്തേ. അവർക്കെല്ലാവർക്കേ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചെടിക്കാനെന്തിനാ പാല്? അതൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ ജ്യൂസ് കുടിച്ചിട്ട് അവരൊക്കെ ഞെട്ടണം. എന്നാ എടുത്ത് കൊടുക്കടാ. എന്താ ആപ്പിളും മാംഗോയാ? അപ്പോൾ അബി ചോദിക്കുകയാണ്, എന്താ? എടാ കുറച്ച് ആപ്പിളും മാംഗോ എടുത്ത് കഴുകി റെഡിയാക്കാൻ. മുത്തശ്ശൻ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണോ? ദേ മുത്തശ്ശ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, എല്ലാവരും എൻ്റെ കൂടെ നിന്നാൽ മതി. ആദർശിന് അടിപൊളി ജ്യൂസൊക്കെ അടിച്ച് എന്നിട്ട് പറയാണ് മുത്തശ്ശനോട്, ഈ ജ്യൂസേ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമുക്ക് പാചകം തുടങ്ങാം. കോള് കട്ടായി. ഇനി ഇവിടുന്ന് മുങ്ങി അവളെ വിളിക്കാൻ പറ്റുമോ? അതേ, ഞാൻ വരുമ്പോഴേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചേക്കണേ. ഇവൻ എന്തൊക്കെയോ അറിയാൻ തോന്നുമല്ലോ എന്ന് പറയാം മുത്തശ്ശൻ. അപ്പോൾ അച്ഛൻ പറയാണ്, അതെ അതെ, അല്ലെങ്കിൽ നമ്മൾ നാണം കെട്ടുപോയനെ. ആദർശൻ ഇനി നമ്മളെ പേരിൽ പഴിചാരാനുള്ള അവസരം ഉണ്ടാക്കരുത്. നമ്മളെ ഡ്യൂട്ടി ചെയ്യണം. എടാ അബി, നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് പണി തീർക്കാൻ നോക്ക്. മുത്തശ്ശൻ പറയാം, നീ ഒന്നിലും നിൻ്റെ കഴിവ് തെളിയിച്ചിട്ടില്ല, ഇതിലെങ്കിലും ഒന്ന് നിൻ്റെ കഴിവ് തെളിയിക്ക്. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നിടത്തേക്ക് ആദർശ് വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ കഴിവ് ഇതാ ആദ്യമായിട്ട് തെളിയിക്കാൻ വേണ്ടി എല്ലാവരും ഓരോ ഗ്ലാസ് ജ്യൂസ് കുടിക്കേ. ഓരോരുത്തർക്കും പ്രത്യേകം ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. ചെറിയമ്മേ. മുത്തശ്ശി, ആഹാ, ഇതെന്തൊക്കെ ചേർത്താ ഉണ്ടാക്കിയേ? ആദർശ് പറയാ, കൊള്ളാമോ ഇല്ലയോ എന്ന് പറ. മുത്തശ്ശി പറയാ, കൊള്ളാം, നന്നായിട്ടുണ്ട്, നയനമോൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയുണ്ട്. നയന അത് കേട്ട് പറയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയത്, എൻ്റെ നാവ് കൊണ്ട്. ആദർശ് ഒന്ന് കുനിഞ്ഞിട്ട് പറയാണ്, ഒന്ന് പയ്യെ പറ. അപ്പം നയന, പയ്യെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും ഞാൻ തന്നെയാണല്ലോ ഉണ്ടാക്കിയത്. ഇതൊന്ന് കുടിച്ചേ. എൻ്റെ കൈ കണ്ടില്ലേ, ഇത് എനിക്കൊന്ന് കുടിപ്പിച്ചതാ, മൈലാഞ്ചി ഇട്ടിട്ടാണുള്ളത് കയ്യിൽ. അപ്പോൾ ജലജ ദേവയാനിയോട്, നോക്ക് എന്താ അല്ല നോക്ക്. അപ്പോഴാണ് അവർ ശ്രദ്ധയിൽപ്പെട്ടത് ആദർശ് ജ്യൂസ് അവൾക്ക് കുടിപ്പിച്ചു കൊടുക്കുന്നതായിട്ട്. അപ്പോൾ അവർ പറയാണ്, എന്താടാ അവൾക്ക് കൈയില്ലേ ജ്യൂസ് പിടിച്ച് കുടിക്കാൻ? അതെ, ഇവരുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുക. അവൻ വീണ്ടും കുനിഞ്ഞ് നിന്ന് അവളുടെ വായിൽ ജ്യൂസ് വെച്ച് കൊടുത്തിട്ട് പറയാണ്, ഒന്നും തയ്യാറായിട്ടില്ല, എല്ലാം പറഞ്ഞു തരണേ. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്ക്. പിന്നെ വേവിക്കാൻ പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്യണം. അതിനുശേഷം ചേരുവകളൊക്കെ പറഞ്ഞു തരാം. പച്ചക്കറിയെല്ലാം അരിഞ്ഞായിരുന്നോ? അതെല്ലാം തകൃതിയായിട്ട് നടക്കുക. ഈ ജ്യൂസ് എങ്ങനെയുണ്ട്? അതിൻ്റെ അഭിപ്രായം കേട്ടല്ലോ. ഒരുപാട് ജീവിതാനുഭവമുള്ള മുത്തശ്ശിയാണ് അഭിനന്ദിച്ചത്. എൻ്റെ ജ്യൂസ് കൊള്ളാമെന്ന്. നിൻ്റെ ജ്യൂസോ? എൻ്റെ അല്ലാതെ പിന്നെ ആദർശേട്ടൻ്റെയോ? ക്രെഡിറ്റ് മുഴുവനും അടിച്ച് മാറ്റരുത്, ക്രെഡിറ്റ് മുഴുവനും എടുത്തോ. പക്ഷേ എങ്ങനെ ജ്യൂസ് ഉണ്ടായി എന്നുള്ള ചിന്ത മനസ്സിൽ വേണം. നയന ചിരിക്കുകയാണ്. അപ്പോൾ ആദർശ് വന്നിട്ട് ബാക്കിയുള്ള പണിയിൽ പ്രവേശിച്ചിരിക്കാം. ഇനി പച്ചക്കറിയെല്ലാം വെന്തതിന് ശേഷം അരച്ചു വെച്ചതിൽ ചേർത്ത് കൊടുക്കണം. അതോടെ ഇത് റെഡിയാവും. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ പറഞ്ഞു തന്നാൽ മതി. അവളുണ്ടാക്കുന്നതിൻ്റെ അടുത്തെങ്കിലും എത്തിയാൽ മതി, ആരും കുറ്റം പറയൊന്നുമില്ല. പിന്നെ മുത്തശ്ശൻ കേട്ടിട്ട് മണടിച്ചിട്ട് വന്നിട്ട് പറയാണ്, ഒരു തീയലിൻ്റെ മണടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആദർശിനോട് അച്ഛൻ ചോദിക്കുകയാണ്, എടാ മോനെ, നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇതൊക്കെ നിസ്സാരല്ലേ? അല്ല, ഇതൊക്കെ പഠിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവനിടക്കിടക്കൊക്കെ നയനമോളിലപ്പോൾ അടുക്കളയിൽ കയറാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനാണോ പാട്? എന്നിട്ട് ഇത്രയും വർഷമായിട്ട് മുത്തശ്ശൻ ഇതൊന്നും മനസ്സിലാക്കിയില്ലല്ലോ. അതിന് ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ വന്നാൽ നിൻ്റെ മുത്തശ്ശി അതിന് സമ്മതിക്കില്ലായിരുന്നു. ഭക്ഷണം കഴിക്കാനാവുമ്പോൾ വന്നാൽ മതി എന്നാ പറയുന്നത്. പിന്നെ എനിക്കന്ന് വേറെ ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ കമ്പനിയായിട്ട്. അന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ എവിടുന്നാ സമയം കിട്ടുന്നത്? പിന്നെ പാചകം എന്ന് പറയുന്നത് നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലീഫാണ്. ആദർശ് പറയാ, എനിക്ക് ഈ പാചകം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇന്നാണ് അതിനൊരു ചാൻസ് കിട്ടിയത്. ഇനിയിപ്പോൾ ചാൻസ് ഒന്നും മിസ്സാക്കണ്ട നീ. ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സൺഡേയും അടുക്കളയിൽ കയറിക്കോ. എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഞാൻ കയറിക്കോളാം. മുത്തശ്ശൻ, അതിനെന്താ, നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. അങ്ങനത്തെ സാഹസമൊന്നും വേണ്ടെന്നേ ഞാൻ മുത്തശ്ശനോട് പറയൂ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, എടാ നിന്നെ പോലൊരു പാചക വിദഗ്ധനുള്ളപ്പോൾ നമ്മൾ പിന്മാറേണ്ട കാര്യമുണ്ടോ? ഇയർബഡ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ എല്ലാം തീർന്നേനെ. അനി അത് കേട്ടിട്ട് നോക്കി നിൽക്കുക. അപ്പോൾ അനിയോട് പറയാണ്, എടാ നീയൊക്കെ എന്ത് കേട്ടിരിക്കുക? അച്ഛല്ലേ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചേ.
ഇത്രയും പ്രായമായി ഇതുവരെ അടുക്കള കണ്ടിട്ടില്ല അവന്മാർ. അപ്പോൾ അനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ അപ്പോൾ ഏട്ടത്തി ഉള്ളത് കൊണ്ട് കൊള്ളാം. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ആ ഏട്ടത്തി ഉള്ളത് കൊണ്ടല്ലേ ഏട്ടനിപ്പോൾ ഇതൊക്കെ പഠിച്ചത്. അല്ലെങ്കിൽ അടുക്കളയുടെ പരിസരത്ത് പോലും ഏട്ടൻ വരില്ലായിരുന്നു. ഇനിയിപ്പോൾ നിൻ്റെയൊക്കെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി അങ്ങനെ ഇപ്പോൾ പറയണ്ട അങ്ങനെയൊന്നും. എടാ, ഈ പാചകം എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടില്ല. അതേ ഒരു കലയാണ്. അതെ അതെ, അതെല്ലാം അറിയാവുന്ന ഒരു കലാകാരിയെ നീ കല്യാണം കഴിച്ചത് കൊണ്ടാണ് നിനക്കിതൊക്കെ സാധിക്കുന്നത്. അതേ അച്ഛാ, കൂടുതൽ കമൻറ്റ് പറഞ്ഞാലേ ഞാനിതങ്ങ് ഇട്ടേച്ചു കൊണ്ടുപോകും. പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കൊടുക്കേണ്ടി വരും. പറഞ്ഞേക്കാം. അപ്പം മുത്തശ്ശൻ പറയാണ്, അവനെ ആരും ശല്യപ്പെടുത്താതെ എല്ലാവരും സഹായിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശ. ഇന്നത്തെ ഹീറോ ഞാനാ, എന്നാലും അവളുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും. കുഴപ്പമില്ല, ഇടയ്ക്ക് ഭാര്യയുടെ മുമ്പിൽ ഇത്തിരി തല താഴ്ത്തുന്നത് നല്ലത് തന്നെയാണ്. അയ്യോ കട്ടായല്ലോ. ഇതെല്ലാം പരുവായിട്ടേ വിളിക്കത്തുള്ളായിരിക്കും. ആ വിളിച്ചാൽ മതിയായിരുന്നു. എല്ലാവരും താഴേക്ക് ഇറങ്ങി വരികയാണ്. അനാമിക മുത്തശ്ശിക്ക് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ നിരന്ന് നിൽക്കേ. മോള് പോയല്ല, മോളിവിടെ നിൽക്കേ. മോളല്ലേ ഇവിടെ നിൽക്കേണ്ടത്. നീ പോയി ഫോട്ടോ എടുക്ക്. അതെന്തിനാ അവിടെ എടുക്കുന്നേ? നീ പറഞ്ഞങ്ങ് അനുസരിക്കേ. വേറെ ആർക്കെങ്കിലും ഫോട്ടോ എടുത്തൂടെ? പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി. അപ്പം നയന പറയാണ്, ഞാൻ ചെയ്തോളാം അമ്മേ. അപ്പോൾ നവ്യയോട് നയന പറയാണ്, കുഴപ്പമില്ല. അമ്മായിയമ്മയ്ക്ക് അരികിൽ നിൽക്കാനുള്ള യോഗ്യത ഇനി എനിക്ക് എന്നും ഉണ്ടാവോ എന്തോ. എന്നാലും സാരമില്ല, എൻ്റെ ഭർത്താവിന് ചെറിയ മാറ്റമുണ്ടല്ലോ. മേക്കപ്പ് ചെയ്ത സ്ത്രീകളൊക്കെ കണ്ട് എല്ലാ ആണുങ്ങന്മാരും പരസ്പരം നോക്കുകയാണ്. അവർ നല്ല സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ നോക്കുകയാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.